ഞാൻ ഡോക്ടർ ഹർഷ. ഓട്ടിസം ഉണ്ടോ എന്ന് എങ്ങനെയാണ് നേരത്തെ തിരിച്ചറിയുന്നത്, ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറിച്ച് അതൊരു രോഗാവസ്ഥയാണ്. ഇതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് നമുക്ക് പറയാം. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയെയും സാമൂഹിക വികാസത്തെയും ആശയവിനിമയം നടത്താനുള്ള കഴിവിനെയും വളരെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഓട്ടിസമുള്ള കുട്ടികൾ ഏകദേശം ഒരു 2-3 വയസ്സ് ഉള്ള സമയത്തായിരിക്കും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സിലൊക്കെ കുട്ടി നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന ഒരു കുട്ടി പെട്ടെന്ന് സംസാരമൊക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരുന്നൊരവസ്ഥ ഈ ഓട്ടിസമുള്ള കുട്ടികളിൽ കാണാറുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനവർ കറക്റ്റായിട്ടൊരു റിപ്ലൈ തരില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അവരതിനൊരു ഉത്തരം തരാതിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അവരുടെ പേര് വിളിച്ചാൽ പോലും അവർ തിരിച്ച് ഒരു റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ഓട്ടിസം കുട്ടികളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സമപ്രായക്കാരുമായിട്ടുള്ള കുട്ടികളുമായിട്ട് ഇവർ കൂട്ടുകൂടി കളിക്കുന്നുണ്ടായിരിക്കില്ല. ഇവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവരുടെ കളിപ്പാട്ടം എടുത്തിട്ട് ആ കളിപ്പാട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം പിടിച്ച് കളിക്കാനാണ് ഇങ്ങനെ ഓട്ടിസമുള്ള കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട്, ഇപ്പം നമ്മളൊരു ടാറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് ചെയ്യുകയാണെങ്കിൽ അവർ തിരിച്ച് അതുപോലെ ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഐ ടു ഐ കോണ്ടാക്റ്റ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ മുഖത്ത് നോക്കാതിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ വേർഡ്സൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കാർട്ടൂണിലോ ടി വിയിലോ എന്തെങ്കിലുമൊക്കെ ഒരു വേർഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തല എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുക, കൈ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൈ എപ്പോഴും മടക്കുകയും നിവർത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ഓട്ടിസം കുട്ടികൾ വളരെ സാധാരണമായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റമായിട്ട് നമുക്ക് പറയാം. ഓട്ടിസം ഉള്ള കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കും. അതിനുള്ള ഉത്തരമല്ല അവർ തരിക, ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അവർ തിരിച്ചു ചോദിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക. ഇതൊക്കെ ഇങ്ങനെ ഓട്ടിസമുള്ള കുട്ടികൾ കാണിക്കുന്നുണ്ടായിരിക്കും. പിന്നെ മിക്സിയുടെ കുക്കറിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പ്രത്യേകിച്ച് ചീറുക, ദേഷ്യപ്പെടുക, അതൊക്കെ ഓട്ടിസമുള്ള കുട്ടികൾ കാണിക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ പാരൻസിനോടായാലും അതുപോലെ തന്നെ അവരുടെ സിബ്ലിങ്സിനോടായാലും പ്രത്യേകിച്ച് സ്നേഹമോ അങ്ങനെയുള്ളതൊന്നും അവർ പ്രകടിപ്പിക്കില്ല. അതുപോലെ തന്നെ സന്തോഷം, വിഷമം, അങ്ങനെ വൈകാരികമായിട്ടുള്ള എന്ത് കാര്യം വന്നാലും ആ സമയത്തൊക്കെ വളരെ ഒരു റെസ്പോൺസും ഇല്ലാതെ വളരെ നിസ്സംഗതയോടെയാണ് ഇങ്ങനെ ഓട്ടിസമുള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരിക്കുക. അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു കറക്റ്റുള്ളൊരു ഓർഡറിലായിരിക്കും അവർ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഓർഡറിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസോർഡർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെയധികം റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അതിനോട്. ഓട്ടിസമുള്ള കുട്ടികൾ ഓരോരുത്തരും പല ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. ചിലർ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് മാത്രമായിരിക്കും കാണിക്കുക, ചിലർ അതിന് വേണ്ടിയിട്ട് വളരെ അഗ്രസീവായിട്ടുള്ള സിംറ്റംസും കാണിക്കുന്നുണ്ട്. അപ്പോൾ പാരൻസ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓട്ടിസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലൊരു പീഡിയാട്രീഷ്യനെയും അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, പിന്നെ നല്ലൊരു ഫിസിയോതെറാപ്പി, ഇങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവർക്ക് കുടുംബം നല്ല രീതിയിൽ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓട്ടിസമുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പാരൻസ് കണ്ടെത്തി അതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അവരുടെ ആ കഴിവിനെ വളർത്തിയെടുത്ത് അവരെ നല്ല രീതിയിലുള്ള നിലയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്